കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിൽ വലിയ കസ്റ്റഡി മരണത്തെക്കുറിച്ചൊക്കെ വലിയ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ അസംബ്ലി ഉണ്ടായിരുന്നു. അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി വലിയ ബഹളം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഒരു വാർത്ത വരുന്നത്, കുറ്റക്കാരുടെ കാഠിന്യമനുസരിച്ചായിരിക്കും ശിക്ഷ വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രിയുടെ ജീവിതാനുഭവം മുതൽ, മുഖ്യമന്ത്രി യുവാവായപ്പോൾ മുതൽ തുടങ്ങിയ ജീവിതാനുഭവങ്ങൾ മുഴുവൻ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തല്ല് കിട്ടിയ കാലം മുതൽ അദ്ദേഹത്തിന് കസ്റ്റഡി മർദ്ദനവും ജയിൽവാസമൊക്കെ മുതൽ ഇങ്ങനെ അസംബ്ലിയിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും കുറ്റത്തിൻ്റെ കാരുണ്യമനുസരിച്ച് 144 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും പറയുന്നു. എന്തായാലും പോലീസ് സേനയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും വരുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഓണപ്പെയ്യുന്നില്ല. അദ്ദേഹം സേനയിലുള്ള കുഴപ്പക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ ഓണപ്പെയ്യുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അത് വളരെ ഗൗരവമായി തന്നെ പറയുന്നു. 2016 മെയ് മുതൽ 2024 വരെ 108 പേരെ പിരിച്ചടി വരേണ്ടി വന്നിട്ടുണ്ട്. 124 ഒക്ടോബർ മുതൽ ഈ മാസം 36 വരെ പിരിച്ചു വേണ്ടേണ്ടി വന്നിട്ടുണ്ട്. രാജ്യത്ത് എവിടെയെങ്കിലും ഇത്തരം ഒരു നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് സേനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പോലീസുകാരുടേതായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല നടപടി വരുന്നു. മുഖ്യമന്ത്രിയുടെ അത്ര നടപടികളെ നമുക്ക് കാണാതിരുന്നുകൂടാ. പക്ഷേ അതേസമയം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. പോലീസ് സേനയ്ക്കാകെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള സംവിധാനം എന്ന് പറയുന്നു. എന്നാൽ നല്ല മനോഹരമായ പോലീസുണ്ട്. ജനമൈത്രി പോലീസും സൗഹൃദമായ പോലീസൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പോലീസിൻ്റെ നടപടികൾ എണ്ണി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി സ്റ്റേഷനിലെ CCTV സംബന്ധിച്ചുള്ള വിശദീകരണം ഹൈക്കോടതി തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായി പോലീസിൻ്റെ നടപടിയെക്കുറിച്ച്, പോലീസിൻ്റെ ചിന്തകളെക്കുറിച്ച്, നടപടികളെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി നമ്മുടെ നിയമസഭയിലും ചർച്ച നടന്നു. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തും ഇരിക്കുന്ന ഓരോ കാലത്തും, ഇപ്പോൾ ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരു സംഭവമല്ല, കുറേ അധികം സംഭവങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ അതിനെതിരെയുള്ള ശക്തമായ നിലപാടുകളാണ് കേരളം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതൊരു നമുക്ക് മുഖവിലേക്ക് എടുക്കാം. എന്തായാലും പോലീസ് സേനയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. സ്റ്റേഷനിലെ CCTV വിശദീകരണം തേടിക്കൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നു. നമുക്ക് എന്തായാലും വളരെ ഗൗരവമായി നമുക്ക് ആലോചിക്കാം. നമുക്ക് സീരിയസ് ആയി ഈ വിഷയങ്ങൾ സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തായാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ് നടക്കുന്നത്. വിമർശനവുമായി CPIയും രംഗത്ത് വന്നിട്ടുണ്ട്, പോലീസിൻ്റെ വിമർശനവുമായി. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. എന്തായാലും പോലീസിൻ്റെ നടപടിയെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ കൃത്യമായി വന്നിരിക്കുന്നു. പക്ഷേ സുജിത്തിനെക്കുറിച്ചും ചില നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ കുന്നംകുളത്ത് പിടിച്ചപ്പെട്ട സുജിത്ത് ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ പോലീസ് സേനയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാം. നമുക്ക് കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടി മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ടതാണ് എന്നുള്ളിടത്താണ് നമ്മുടെ നിഗമനങ്ങൾ എത്തിച്ചേരുന്നത്.